Good morning, everybody. Welcome back to Healthy Space YouTube channel once again. സ്കൂളൊക്കെ തുറന്നു. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ സ്കൂളിൽ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് മധ്യവേനൽ അവധിയൊക്കെ കഴിഞ്ഞ് 2 മാസം സുഖമായി വീട്ടിൽ വിശ്രമിച്ച് കുട്ടികളിൽ സ്കൂളിലെത്തുമ്പോൾ അവരുടെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. ഈ നല്ല പോസിറ്റീവ് എനർജിയെ നമ്മുടെ മക്കളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന അഥവാ തകർക്കുന്ന ഒരു നല്ല സാധനം നമ്മുടെ എല്ലാ മക്കളുടെ കയ്യിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മൊബൈൽ. ഇന്ന് സ്കൂളിലെ ക്ലാസ് ആണെങ്കിലും മറ്റു സോഷ്യൽ മീഡിയയിലെ മോട്ടിവേഷൻ ക്ലാസ് ആണെങ്കിലും ഒക്കെ കുട്ടികൾ പഠിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും എല്ലാ കാര്യങ്ങളും മൊബൈലിലൂടെ മാത്രമാണ്. മൊബൈൽ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഉപകരണം നമ്മുടെ കയ്യിലില്ലാതെ നമുക്ക് പോലും നിത്യജീവിതത്തിൽ ഇന്നൊരു കാര്യം ദൈനംദിന ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രത്യേകിച്ച് മൊബൈലൊക്കെ കൂടുതലായി ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് രക്ഷിതാക്കൾ ആലോചിച്ചിട്ടുണ്ടോ? തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നു. കൂട്ടത്തിൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമിൻ അതുപോലെ തന്നെ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കുറഞ്ഞു പോകുന്നു. ഇതോടുകൂടി കുട്ടികളുടെ സന്തോഷം മാറിപ്പോകുകയും പകരം ആക്രമാസക്തമാകുകയും ചെയ്യുന്നു. മനുഷ്യന് സന്തോഷം നൽകുന്ന സെറട്ടോണിൻ അതുപോലെ തന്നെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ കുട്ടികളുടെ സന്തോഷവും അതുപോലെ തന്നെ എനർജിയും പോസിറ്റീവ് എനർജിയുമെല്ലാം കുറഞ്ഞു പോകുന്നു. ഇത് കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ കുറയാനും ഏകാന്തതയിലേക്ക് നയിക്കാനും പഠനത്തിൽ തീരെ ശ്രദ്ധയില്ലാതെ ഏകാന്തതയിലേക്ക് ഇരുട്ടിലേക്ക് കുട്ടികളെ നയിക്കുന്നു. ക്ലാസ് ടീച്ചർ എപ്പോഴെങ്കിലും ഇന്നലെ എടുത്ത പാഠങ്ങളൊക്കെ നോക്കിയോ പഠിച്ചോ എന്ന് ചോദിച്ചാൽ കുട്ടി അമിതമായ ധിക്കാരവും ദേഷ്യവും പ്രകടിപ്പിക്കുന്നു. ഇവിടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഒരു പഠന വിദ്യാർത്ഥി ഒരു സ്റ്റുഡൻറ്റ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പകരം കായിക വ്യായാമത്തിനും കൂട്ടുകാരുമായി സന്തോഷിക്കാനും അതുപോലെ തന്നെ ആശയവിനിമയം നടത്താനും സന്തോഷിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലേക്ക് നാം മാറുമ്പോൾ നമ്മുടെ മക്കൾക്ക് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും അതുപോലെ തന്നെ പഠനത്തിൽ നല്ല മാർക്ക് വാങ്ങാനും ഒക്കെ ആയിട്ട് സാധിക്കും. താങ്ക് യു.